റീജിയണൽ ന്യൂസ് ചാനൽ ജനം TV. ആ ജനം TVയുടെ വാർത്ത ഇന്ന് ദേശീയ തലത്തിൽ ചർച്ച ചെയ്യുകയാണ്. പാർലമെൻറ്റിൻ്റെ അകത്തും ജനം TVയുടെ വാർത്തകൾ മുഴങ്ങിക്കേൾക്കുന്നു. ജനം TV വാർത്തകൾ ചർച്ചയാകുന്നു എന്നുള്ളതിൽ ഏറെ അഭിമാനമുണ്ട്. അടുത്ത വാർത്ത പരിശോധിച്ചാൽ നമുക്കറിയാം, കഴിഞ്ഞ 20-ാം തീയതിയാണ് പാർലമെൻറ്റിൻ്റെ മൺസൂൺ കാല സമ്മേളനം ആരംഭിച്ചത്. എന്നാൽ 20-ാം തീയതി 11 മണിക്ക് സഭ ആരംഭിച്ച് ഏതാണ്ട് 11:05 തന്നെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ പിരിയേണ്ടി വന്നു. പിന്നീട് ഇങ്ങോട്ട് 21, 22 ഇങ്ങനെ നിരന്തരം എല്ലാ ദിവസങ്ങളിലും പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടിയാണ് പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത്? അത് ഈ പാറ്റ പാർട്ടി ദേശീയ തലസ്ഥാനത്ത്, രാജ്യ തലസ്ഥാനത്ത് ജന്തർ മന്ദിറിൽ നടത്തിയ സമരം, ആ സമരത്തിൽ പോലീസുകാർക്ക് നേർക്ക് വലിയ രീതിയിലുള്ള അക്രമം അഴിച്ചുവിടുകയായിരുന്നു CJP ചെയ്തത്. അതിനെതിരെ പോലീസ് ലാത്തി പ്രയോഗം നടത്തി, അതേപോലെ തന്നെ കണ്ണീർ വാതകം പ്രയോഗിച്ചു. ഈ വിഷയം, അതായത് പോലീസ് അക്രമികളെ നേരിട്ട വിഷയം പാർലമെൻറ്റിൽ ചർച്ച ചെയ്യണമെന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആവശ്യം. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകേണ്ട ഒട്ടനവധി ചർച്ചകൾ നടക്കേണ്ട ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായിട്ടുള്ള പാർലമെൻറ്റിൻ്റെ നടപടികൾ അകാരണമായി പ്രതിപക്ഷം തടസ്സപ്പെടുത്തുന്നത് എന്നുള്ളതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. പാർലമെൻറ്റിൻ്റെ അകത്തും പുറത്തും പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം തുടരുകയാണ്. ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഇന്ന് നടപടിക്രമങ്ങൾ വെട്ടിച്ചുരുക്കി പിരിയുകയായിരുന്നു. ഇനി തിങ്കളാഴ്ചയാകും സഭ ചേരുക. FCRA ബില്ലടക്കമുള്ള സുപ്രധാന ബില്ലുകൾ ഇതുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച സഭ പരിഗണിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വീക്ഷിക്കും. പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ച പ്രതിപക്ഷം ആ പ്രതിഷേധം സഭയ്ക്കുള്ളിലേക്ക് വ്യാപിപ്പിക്കുകയായിരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെയായിരുന്നു സഭയ്ക്ക് പുറത്ത് ബാനറുമേന്തിയുള്ള ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധം. പാർലമെന്റിനുള്ളിൽ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. രാജ്യസഭ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് തിങ്കളാഴ്ച ചേരാനായി പിരിഞ്ഞു. ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിന് നേർക്ക് വെടിയുതിർക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തരവിട്ടെന്ന പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ പ്രസ്താവന രാഹുലിന്റെ അറിവില്ലായ്മയ്ക്ക് തെളിവെന്ന BJPയുടെ ആരോപണത്തെ തുടർന്നാണ് പ്രതിപക്ഷം അമിത്ഷായ്ക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. രാഹുലിന്റെ പിഴവ് ചൂണ്ടിക്കാട്ടിയപ്പോൾ പ്രതിപക്ഷം ഒളിച്ചോടുന്നെന്ന വിമർശനമാണ് ഭരണപക്ഷത്തിൻ്റേത്. ബഹളം മൂലം തടസ്സപ്പെട്ട ലോക്സഭ 12 മണിക്ക് ചേർന്നപ്പോഴും പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കാൻ തയ്യാറായില്ല. പ്രതിപക്ഷ ബഹളത്തിനിടെ ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭയിൽ ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് അവതരിപ്പിച്ചു. किसी व्यक्ति या किसी भी विचारधारा के खिलाफ नहीं है महोदय। किसी का राजगीत का भी सम्मान भारतीय जनता पार्टी NDA की सरकार करती है, मोदी की सरकार करती है. പ്രതിപക്ഷം ബഹളം തുടർന്ന സാഹചര്യത്തിൽ ലോക്സഭയും തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു. ജനം ഡൽഹി.